മക്കളെ ഇന്ത്യൻ ഹിസ്റ്ററി 199 പേജ്. ഓക്കെ, യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചേ. The Akali movement was related to Sikhism. Akali movement is related to Sikhism. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടാണ് ഖാലിസ്ഥാൻ വാദം ഉണ്ടാവുന്നത് കേട്ടോ. ഖാലിസ്ഥാൻ, ബ്ലൂ സ്റ്റാർ, ബ്ലാക്ക് തണ്ടർ ഒക്കെ അറിയാമോ? ഇന്ദിരാഗാന്ധി നടത്തിയ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ, ബ്ലാക്ക് തണ്ടർ ഓപ്പറേഷൻ, ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, യെസ്. അടുത്തത്, ദ പാർട്ടീഷൻ പ്ലാൻ വാസ് ഓൾസോ നോൺ ആസ് ഡാഷ്. പാർട്ടീഷൻ പ്ലാനിനെ ഡാഷ് എന്നറിയപ്പെടും. ഇതെന്നറിയപ്പെടും? മൗണ്ട് ബാറ്റൺ പ്ലാൻ. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആരായിരുന്നു ഇവിടുത്തെ വൈസ്രോയി? മൗണ്ട് ബാറ്റൺ ആയിരുന്നു അല്ലേ? യെസ്. മൗണ്ട് ബാറ്റനെ, ദ പാർട്ടീഷൻ പ്ലാനിനെ മൗണ്ട് ബാറ്റൺ പ്ലാൻ എന്നും അറിയപ്പെടും. അടുത്തത്, ബഹദൂർ ഷാ സഫർ ഡൈഡ് ഓൺ ഡാഷ് എന്നാ? 1862. 1875 പ്രത്യേകത എന്താ? ദി ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് വാർ ഓഫ് ഇന്ത്യ അല്ലേ? ഓക്കെ, 1857 57 കേട്ടോ അല്ലേ? 75 സോറി കേട്ടോ. 1857 മഹത്തായ വിപ്ലവമാണ്. അത് അർത്ഥം പറ്റിപ്പോയതാ കേട്ടോ, വിട്ടുകള. ഹു ഒപ്പീൻഡ് ദാറ്റ് ഇന്ത്യ മസ്റ്റ് ബി റൂൾഡ് ബൈ ഇന്ത്യൻസ്. ഇന്ത്യ ഭരിക്കേണ്ടത് ഇന്ത്യക്കാരാണ് എന്ന് ആദ്യമായി പറഞ്ഞത് ആരാണ്? വില്യം ബെന്റിക്. വില്യം ബെന്റിക്കിന് വേറൊരു പേരെന്താ? സതി അബോളിഷ് ചെയ്ത ആള്. സതി അബോളിഷ്. ഇന്ത്യയിൽ സാമൂഹ്യപരമായ ഒത്തിരി പരിഷ്കാരങ്ങൾ നടത്തിയ ഒരു ബ്രിട്ടീഷ് ഭരണാധികാരിയാണ് വില്യം ബെന്റിക് കേട്ടോ. സതി അബോളിഷ് ചെയ്ത് മാത്രമല്ല, വിധവ പുനർവിവാഹവും അദ്ദേഹത്തിൻ്റെ പട്ടികയിലാണ് കേട്ടോ, വില്യം ബെന്റിക്. അടുത്തത്, റിവോൾട്ട് 1857 1857 മഹത്തായ വിപ്ലവം. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡിപെൻഡൻസ് വാർ എന്നറിയപ്പെടുന്നു 1857 മഹത്തായ വിപ്ലവം. ഇത് എവിടുന്നാ തുടങ്ങിയത്? ഡൽഹി, പഞ്ചാബിനടുത്തുള്ള മീററ്റ്. എവിടെയാണ്? മീററ്റ്. അതുകൊണ്ട് മീററ്റ് വിപ്ലവം എന്നും 1857 മഹത്തായ വിപ്ലവത്തിന് അറിയപ്പെടും. മീററ്റ് വിപ്ലവം. Who led the revolt of 1857 at Delhi? ഡൽഹിയിൽ 1857 മഹത്തായ വിപ്ലവം നയിച്ചതാരാണ്? ആരാണ്? ഭക്ത് ഖാൻ. 1857 മഹത്തായ വിപ്ലവത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്താണെന്നറിയാമോ? ഇന്ത്യക്ക് മൊത്തം ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല. റാണി ലക്ഷ്മിഭായ് എവിടെ നയിച്ചത് 1857 മഹത്തായ വിപ്ലവത്തിനെ? ഝാൻസിയിലാണ് കേട്ടോ. ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായ്. നാനാ സാഹിബ് എവിടെ നയിച്ചത്? അദ്ദേഹം ഒളിപ്പോരാളിയായിരുന്നു കേട്ടോ. 1857 മഹത്തായ വിപ്ലവത്തിൻ്റെ ഒളിപ്പോർ പടയുടെ നേതാവായിരുന്നു നാനാ സാഹിബ്. നാനാ സാഹിബ് അത് നോക്കാം കേട്ടോ. അതിനകത്തൊരു ഡൗട്ടുണ്ട്, താന്തിയ തോപ്പിയാണെന്ന് തോന്നുന്നു കേട്ടോ. നാനാ സാഹിബ് അല്ല, താന്തിയ തോപ്പിയാണ് ഒളിപ്പോർ പടയുടെ നേതാവ്. താന്തിയ തോപ്പി. നോക്കൂ, ഹൂ ലെഡ് ദ റിവോൾട്ട് ഓഫ്
1857 in ഫൈസാബാദ്. ഫൈസാബാദിൽ ഇതിനെ നിയന്ത്രിച്ചത് ആരാണ്? മൗലവി അഹമ്മദുള്ള. മൗലവി അഹമ്മദുള്ളയാണ് ഫൈസിയാബാദിൽ 1857 വിപ്ലവത്തിനെ നിയന്ത്രിച്ചത്. അവിടെ നോക്കൂ. ഹൂ ലെഡ് ദ റിവോൾട്ട് ഓഫ് 1857 ബീഹാർ. ബീഹാർ ഇപ്പോഴും വിദ്യാഭ്യാസം കുറഞ്ഞ സംസ്ഥാനമാണ്. എവിടാണ്? കൻവർസിംഗ് കേട്ടോ. കൻവർസിംഗ് ആണ് 1857 മഹത്തായ വിപ്ലവത്തിൻ്റെ ബീഹാറിൽ നിയന്ത്രിച്ചത്. അടുത്തത് ഹൂ ലെഡ് ദ റിവോൾട്ട് ഓഫ് 1857 കാൺപൂർ. കാൺപൂരിൽ നിയന്ത്രിച്ചത് നാനാ സാഹിബ് കേട്ടോ. മറ്റത് ഒളിപ്പോർ പടയുടെ നേതാവ് താന്തിയ തോപ്പിയാണ് കേട്ടോ. ഹൂ ലെഡ് ദ റിവോൾട്ട് ഇൻ 1857 അറ്റ് ലക്നൗ എന്തിൻ്റെ തലസ്ഥാനമാണ്? ലക്നൗ എന്നും വായിക്കാം അത് കേട്ടോ. ഭാഗ്യം, ഇപ്പോൾ ഭാഗ്യം, ലക്നൗ. ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനമാണ് ലക്നൗ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. ബീഗം ഹസ്രത്ത് മഹൽ ആണ് എവിടെ നിയന്ത്രിച്ചത്? ലക്നൗവിൽ നിയന്ത്രിച്ചത്. ലക്നൗവിൽ നിന്ന് 80 MP-മാരാണ് എങ്ങോട്ട് പോകുന്നത്? ലോക്സഭയിലേക്ക് പോകുന്നത്. ഹൂ ലെഡ് ദ റിവോൾട്ട് 1857 ഇൻ എന്താ മക്കളെ എഴുതിയിരിക്കുന്നത്? ബേർലി കേട്ടോ. ആരാണ്? ഖാൻ ബഹദൂർ ഖാൻ. മനസ്സിലായോ? യെസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്കല്ല. വേറെ ഏത് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്താലും ഇത്രയും ടോപ്പിക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതില്ല കേട്ടോ. അപ്പം മനസ്സിലായി കാണുമല്ലോ. ഹിസ്റ്ററിയും സയൻസും കോൺസ്റ്റിറ്റ്യൂഷനും ലോയും എല്ലാം പ്രിപ്പയർ ചെയ്യണം നമ്മൾ. ഓക്കെ, വായിച്ചോ, കേൾക്കട്ടെ. Indian history. 1. The Akali movement was related to Sikhism. 2. The partition plan was also known as Mountbatten Plan. 3. Bahadur Shah Zafar died in 1862. 4. Who appealed that India must be ruled by Indians? William Bentinck. Revolt of 1857. Who led the revolt of 1857 in Delhi? Bakhtir Khan. Who led the revolt of 1857 in Faizabad? Maulavi Ahmad Abdullah. Who led the revolt of 1857 in Bihar? Kanwar Singh. Who led the revolt of 1857 in Kanpur? Nana Sahib. Who led the revolt of 1857 in Begum Hazrat Mahal. Who led the revolt of 1857 in Bareilly? Khan Bahadur Khan. Indian history. 1. The Akali movement was related to Sikhism. 2. The partition plan was also known as Mountbatten Plan. 3. Bahadur Shah Zafar died in 1862. 4. Who opined that India must be ruled by Indians? William Bentinck. Revolt of 1857. Who led the revolt of 1857 in Delhi? Bakhtir Khan. Who led the revolt of 1857 in Faizabad? Maulavi Ahmadullah. Who led the revolt of 1857 in Bihar? Kanwar Singh. Who led the revolt of 1857 in Kanpur? Nana Sahib. Who led the revolt of 1857 in Lucknow? Begum Hazrat Mahal. Who led the revolt of 1857 in Bareilly? Khan Bahadur Khan. Yes, Sarika.
Indian history. 1. The Agali movement was related to Sikhism. 2. The partition plan was also known as Mountbatten Plan. 3. Bahadur Shah Zafar died in 1862. 4. Who opined that India must be ruled by Indians? William Bentinck. Revolt of 1857. Who led the revolt of 1857 in Delhi? Bakht Khan. Who led the revolt of 1857 in Faizabad? Maulavi Ahmadullah. Who led the revolt of 1857 in Bihar? Kunwar Singh. Who led the revolt 1857 in Kanpur? Nana Sahib. Who led the revolt of 1857 in Lucknow? Who led the revolt of 1857 in Bareilly? Gan Bahadur Gan. യെസ് 1857 റിവോൾട്ട് തുടങ്ങിയത് എവിടെയാ? Meerut. മീററ്റ് ഇൻ പഞ്ചാബ്. മറന്നു പോകരുത് കേട്ടോ, അതൊരു പ്രധാന ചോദ്യമാണ്. യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 5. ഹൂ സപ്രസ് പിണ്ടാരീസ് എന്ന് പറഞ്ഞാൽ ഒരു തരം ഈ നക്സലൈറ്റ് പോലെയുള്ള ഒരു ഗ്രൂപ്പായിരുന്നു കേട്ടോ. അവരെ ആരാണ് കൈകാര്യം ചെയ്തത് എന്നാ പറയുന്നത്? ആരാണ്? Lord Hastings. യെസ്, വാറൻ ഹേസ്റ്റിംഗ്. ലോർഡ് ഹേസ്റ്റിങ്സ്, വാറൻ ഹേസ്റ്റിംഗ് കേട്ടോ, ലോർഡ് വാറൻ ഹേസ്റ്റിംഗ്. അടുത്തത് പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ വാസ് ദ അതർ നെയിം ഓഫ് ഡാഷ്. ഏതിൻ്റെയാ? Ghadar Party. ഖാദർ പാർട്ടി. ഖദർ പാർട്ടി അല്ല, ഖാദർ പാർട്ടി. പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ വാസ് ദ അതർ നെയിം ഓഫ് ഖാദർ പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഓൾ ഇന്ത്യ കോൺഗ്രസ് പാർട്ടി. ഇവിടെ വളരെ വ്യക്തമായി നോക്കണം, അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ. ഓക്കെ, അതും അന്ന് ഇന്ത്യ എന്ന കൺസെപ്റ്റ് ഒന്നും ഇല്ല, മനസ്സിലായോ? ഓക്കെ. ഗാന്ധിജീസ് ഫസ്റ്റ് സത്യാഗ്രഹ ഇൻ ഇന്ത്യ വാസ് ഇൻ ഡാഷ് ഇയർ. ഇന്ത്യയിൽ ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എന്നായിരുന്നു? 1917 അല്ലേ? യെസ്. അടുത്തത് ഗാന്ധിജി സ്റ്റാർട്ടഡ് ദ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഫ്രം ഡാഷ്. എവിടെ നിന്നാണ്? സബർമതി. സബർമതി എന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെ എന്തിൻ്റെ പേരാണ്? ആശ്രമം. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ പേരാണ്. ഗുജറാത്തിലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ആശ്രമമായിരുന്നു സബർമതി. പക്ഷേ ഗുജറാത്ത് ഇപ്പോൾ ആരാണ് ഭരിക്കുന്നത്? BJP ആണ് ഭരിക്കുന്നത്, അല്ലേ? ഗാന്ധി എവിടൊക്കെ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചു അതെല്ലാം ഇപ്പം BJPയുടെ കയ്യിലാണ്. BJP ഉണ്ടായിരുന്നില്ലല്ലോ സാർ, കോൺഗ്രസ്സുകാരനാണോ ഗാന്ധിജി? ആയിക്കോട്ടെ, ഇപ്പൊ ആരുടെ കയ്യിലായി? കോൺഗ്രസ്സുകാരനായ ഗാന്ധി പ്രവർത്തിച്ച സ്ഥലങ്ങളെല്ലാം ആരുടെ കയ്യിലായി? BJP. എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഗാന്ധിജി സ്റ്റാർട്ടഡ് ടോൾസ്റ്റോയ് ഫാം ഇൻ ഡാഷ്. എവിടെയാണ്? സബർമതി ആശ്രമം. ഗാന്ധിജി ഒരു കർഷകനാണ്, അതുകൊണ്ട് ഞാൻ ഫാം നടത്തുന്നു എന്ന് പറഞ്ഞ് ഗാന്ധിജി ഫാം തുടങ്ങി. എവിടെയാണ്? സബർമതി ആശ്രമത്തിൽ. അല്ല സർ, പിന്നെ ജോഹന്നാസ്ബർഗ് അല്ലേ? സോറി പറഞ്ഞ മാറിപ്പോയതാ. ജോഹന്നസ്ബർഗ്. അടുത്ത നോക്കൂ. ഹൂ സ്റ്റാർട്ടഡ് ദ നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ്? നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് പേരെന്താ? ചേരിചേരാ പ്രസ്ഥാനം. അയ്യോ, അല്ലല്ല. ചേരിചേരാ പ്രസ്ഥാനം നെഹ്റുവിന്റെ വകയാണ്. നിസ്സഹകരണ പ്രസ്ഥാനം. നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് എന്താണ്? സർക്കാരുമായി എന്തു പരിപാടിയിലും സഹകരിക്കത്തില്ല.
അതാണ് 1920 അല്ലേ? ആ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഗാന്ധിജി. ഓക്കെ. തിലകന്റെ പ്രത്യേകത എന്താ? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുകയും ചെയ്യും എന്ന് പറഞ്ഞ തീവ്ര. അദ്ദേഹമാണ് തിലകൻ. ഓക്കെ. ആ, തിലകനും ഗാന്ധിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഗാന്ധി സൗമ്യതയുടെ ആളായിരുന്നു, തിലകൻ സൗമ്യത പോലെ ആക്രമണം വേണമെന്ന് പറഞ്ഞ ആളായിരുന്നു. ബ്രിട്ടീഷുകാരോട് തോക്കെടുത്ത് പോരാന്ന് ബ്രിട്ടീഷുകാരോട് ഈ നിസ്സഹകരണ പ്രസ്ഥാനവും സിവിൽ ഡിസൊബീഡിയൻ്റ് മൂവ്മെൻറ്റ് സത്യാഗ്രഹമൊന്നും പോരാ എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. നെഹ്റുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോളിസിയായിരുന്നു എന്തോന്നാ? ചേരി ചേരാ പ്രസ്ഥാനം കേട്ടോ. യെസ്. ഹൂ ഈസ് കൺസിഡേർഡ് ആസ് ദ സ്പിരിച്വൽ ഗുരു ഓഫ് ഗാന്ധി? ഗാന്ധിയുടെ സ്പിരിച്വൽ ഗുരു ആരായിരുന്നു? ലിയോ ടോൾസ്റ്റോയ്. ഇന്ത്യക്കാരനായിരുന്നോ? റഷ്യക്കാരനായിരുന്നു കേട്ടോ. റഷ്യൻ സാഹിത്യകാരനായിരുന്നു ലിയോ ടോൾസ്റ്റോയ്. എനി ഡൗട്ട്? യെസ്, വായിച്ചോ മോളെ, കേൾക്കട്ടെ. 5. Who suppressed the Pindaris? Lord Hastings. 6. Pacific Coast Hindustan Association was the other name of Ghadar Party. Gandhiji's first satyagraha in India was in 1917. Gandhiji started the civil disobedience movement from Sabarmati. Gandhiji started Tolstoy farm at Johannesburg. Who started the non-cooperation movement in 1920? Gandhiji. Who is considered as the spiritual guru of Gandhiji? Leo Tolstoy. 5. Who suppressed the Pindaris? Lord Hastings. 6. Pacific Coast Hindustan Association was the other name of Ghadar Party. Gandhiji's first satyagraha in India was in 1917. Gandhiji started the civil disobedience movement from Sabarmati. Gandhiji started Tolstoy farm at Johannesburg. Who started the non-cooperation movement in 1920? Gandhiji. Who is considered as the spiritual guru of Gandhiji? Leo Tolstoy. 5. Who suppressed the Pindaris? Lord Hastings. 6. Pacific Coast Hindustan Association was the other name of Ghadar Party. Gandhiji's first satyagraha in India was in 1917. Gandhiji started civil disobedience movement from Sabarmati. Gandhiji started Tolstoy farm at Johannesburg. Who started the non-cooperation movement in 1920? Gandhiji. Who considered as the spiritual guru of Gandhiji? Leo Tolstoy. Any doubts? No. The center of Silk Letter Conspiracy. സിൽക്ക് ലെറ്റർ കോൺസ്പിറസി എന്ന് പറയുന്ന ഒരു കോൺസ്പിറസി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കേന്ദ്രം ഏതായിരുന്നു? അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുടെ അയൽരാജ്യമാണ് ഏത്? അഫ്ഗാനിസ്ഥാൻ. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, ബർമ്മ, മ്യാൻമാർ, ബർമ്മ, ബംഗ്ലാദേശ്, ശ്രീലങ്ക. ഇത്രയാണ് ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾ കേട്ടോ. ഓക്കെ. The Viceroy who made the Deepavali Declaration 1929. ദീപാവലി ഡിക്ലറേഷൻ എന്ന് പറയുന്നൊരു ഡിക്ലറേഷൻ 1921 നടത്തിയ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് എർവിൻ പ്രഭു അല്ലേ? എർവിൻ പ്രഭു അല്ലേ? എർവിൻ പ്രഭു. എർവിൻ പ്രഭു എന്ന് വായിച്ചോ, കുഴപ്പമില്ല. എർവിൻ പ്രഭു. ഓക്കെ. ദ ഫൗണ്ടർ ഓഫ് ന്യൂസ് പേപ്പർ ബോംബെ ക്രോണിക്കിൾ. കേരളത്തിലൊരു പത്രമുണ്ട്, ഡക്കാൻ ക്രോണിക്കിൾ. കണ്ടിട്ടുണ്ടോ?
ഇംഗ്ലീഷ് പത്രമാണ് ഡക്കാൻ ക്രോണിക്കിൾ കേരളത്തിൽ. 2 രൂപ 30 പൈസ കൊടുത്താണ്. അതിൻ്റെ പകുതി പോലും പേജില്ലാത്ത മനോരമയ്ക്ക് 8 രൂപ 50 പൈസ കൊടുത്തു. കേട്ടോ? അങ്ങനെ ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് ബോംബെ ക്രോണിക്കിൾ? ബോംബെ ക്രോണിക്കിൾ എന്ന് പറഞ്ഞ ഒരു പത്രം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫൗണ്ടർ ആരാണ്? ഫിറോസ് ഷാ മേത്ത അല്ലേ? ഫിറോസ് ഷാ മേത്ത. ഫിറോസ് ഷാ മേത്ത എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അദ്ദേഹം ആശയപ്രചരണത്തിന് വേണ്ടി തുടങ്ങിയ പത്രമാണ് ബോംബെ ക്രോണിക്കിൾ. ബ്രിട്ടീഷുകാരുടെ ഭരണം ഇന്ത്യയെ എങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ പത്രമാണ് എന്തോന്ന് ബോംബെ ക്രോണിക്കിൾ. ഓക്കെ, അടുത്ത്. The Agriculturalist Relief Act was passed in the year dash. Agriculturalist Relief Act, കാർഷികർക്ക് വേണ്ടി കടാശ്വാസം റിലീഫ് ആക്ട് പാസ്സാക്കിയ വർഷം ഏതാണ്? 1879. 1879 ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ കർഷകർക്ക് റിലീഫ് ആക്ട് പാസ്സാക്കി. 2021 ഭരിക്കുന്ന ഇന്ത്യൻ ഗവൺമെൻറ് കർഷകരുടെ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടി നിയമം പാസ്സാക്കി. എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളാമോ മക്കളെ? സർഫാസി ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. ഗൂഗിളിൽ അടിച്ചൊന്ന് നോക്കണം. നമ്മുടെ ഗവൺമെൻറ് പാസ്സാക്കിയതാ, ഇന്ത്യൻ ഗവൺമെൻറ്. സർഫാസി ആക്ട് പ്രകാരം ഭൂമി പണയം വെക്കുന്നതിൻ്റെ ഭൂമി പോയി. ബ്രിട്ടീഷുകാർ അങ്ങനെ ഒരിക്കലും ഒരു ചതി ചെയ്തിട്ടില്ല. The Agriculture Relief Act was passed in the year 1879. ഞാൻ അത് പറയാൻ വേണ്ടി പറഞ്ഞതാ കേട്ടോ. യെസ് സർ. Who opined that Indian National Congress is a beginning institute? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC എന്ന് പറയുന്ന ഒരു ബിഗിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ബെഗിങ് കൊടുത്തേക്കണേ സാറേ. ബെഗിങ് ആണോ? യെസ്, ബിഗിനിങ് അല്ല, ബെഗിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്താണ്? സ്വാതന്ത്ര്യം ഇങ്ങനെ എരന്ന് വാങ്ങുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്നാണ് ആര് പറഞ്ഞത്? തിലകാണോ? നോക്ക്. അരവിന്ദോ ഘോഷ്. അതുകൊണ്ടാണ് അരവിന്ദോ ഘോഷിനെ പോലെയുള്ള ചെറുപ്പക്കാർ സായുധ സമരത്തിലേക്ക് തിരിഞ്ഞത്. മനസ്സിലായോ? സ്വാതന്ത്ര്യം എരന്നു വാങ്ങുകയല്ല, പോരാടി നേടിയെടുക്കണം എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അരവിന്ദോ ഘോഷ്. ബെഗിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മറന്നു പോരുത് കേട്ടോ. അടുത്ത്. The Viceroy who separated railway budget from central budget. നോക്കൂ, ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ല പണികളൊക്കെ ബ്രിട്ടീഷുകാരാണ് ചെയ്തെന്ന് ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. The Viceroy who separate railway budget from general budget. ഇന്ത്യ പൊതുവായി അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് മാത്രം പോരാ. ഇന്ത്യക്ക് അന്ന് മുതൽ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലം തന്നെ റെയിൽവേക്ക് പ്രത്യേകം ബഡ്ജറ്റ് വേണം എന്ന് പറഞ്ഞത് ആരാണ്? റീഡിങ് അല്ലേ? യെസ്. അപ്പോൾ മോഡേൺ ഇന്ത്യതാക്കിയത് ആരാ? ബ്രിട്ടീഷുകാരാണ് കേട്ടോ. സെപ്പറേറ്റ് ബഡ്ജറ്റ്, റെയിൽവേ ബഡ്ജറ്റ് മറന്നു പോകരുത്. റീഡിങ്. ഹൂ മേഡ് ദ ഓഗസ്റ്റ് ഡിക്ലറേഷൻ ഇൻ 1970? 1970 ഓഗസ്റ്റ് ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഡിക്ലറേഷൻ നടത്തിയത് ആരാണ്? മൊണ്ടേഗു ചെംസ്ഫോർഡാണ് കേട്ടോ. മൊണ്ടേഗു ചെംസ്ഫോർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ബ്രിട്ടീഷുകാർ ഭരിച്ചതിലെ സുവർണ കാലഘട്ടമാണ്. ഏറ്റവും കൂടുതൽ ഭരണപരിഷ്കാരങ്ങൾ നടത്തിയത് മൊണ്ടേഗു ചെംസ്ഫോർഡാണ്. മനസ്സിലായോ? മൊണ്ടേഗു ചെംസ്ഫോർഡ് എന്ന് വിചാരിച്ച് ബ്രിട്ടീഷുകാർ നമുക്ക് ചെയ്തത് എല്ലാം നല്ലതാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ ഭരിക്കുന്നതിനേക്കാളും മെച്ചപ്പെട്ട ഭരണം അവരുടെ തന്നെയായിരുന്നു. കാരണം അവർ സ്വിസ് ബാങ്കിലെങ്ങും കൂടെ നിക്ഷേപിച്ചിട്ടില്ലായിരുന്നു. അവർ കൊണ്ടുപോകുന്ന ഇംഗ്ലണ്ടിലോട്ട് കൊണ്ടുപോയെന്നേ ഉള്ളൂ. അതിന് പകരമായിട്ട് ഇപ്പം നമ്മുടെ ആൾക്കാർ സ്വിസ് ബാങ്കിൽ കൊണ്ടിടുകയല്ലേ അതിൻ്റെ ഇരട്ടി.
ശരി, വായിക്ക്. The center of silk letter conspiracy, Afghanistan. 8. The viceroy who made the Deepavali Declaration 1929, Lord Irwin. 9. The founder of the newspaper Bombay Chronicle, Feroz Shah Mehta. 10. The Agriculturist Relief Act was passed in the year 1879. 11. INC was a begging institute, Aurobindo Ghosh. 12. The viceroy who separated the railway budget from general budget, Lord Reading. 13. Who made the August Declaration in 1917, Montagu. 7. The center of silk letter conspiracy, Afghanistan. 8. The viceroy who made the Deepavali Declaration 1929, Lord Irwin. 9. The founder of the newspaper Bombay Chronicle, Feroz Shah Mehta. 10. The Agriculturist Relief Act was passed in the year 1879. 11. Who opined that INC was a begging institute, Aurobindo Ghosh. 12. The viceroy who separated railway budget from general budget, Lord Reading. 13. Who made the August Declaration in 1917, Montagu. സരിക. 7. The center of silk letter conspiracy, who made in 1929, Lord Irwin. 9. The founder of the newspaper Bombay Chronicle, Mehta. 10. Agriculturist Relief Act was passed in the year 1829. Who opened the INC was a begging institute, Aurobindo Ghosh. 12. The vice who separated budget from general budget, Lord Reading. 13. Who made August Declaration in 1917, Montagu. Yes. അടുത്ത ദ ഫേമസ് സ്ലോഗൻ ഗോ ടു വേദാസ്. ആരാ? Swami Dayananda Saraswati. ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതി എന്താ ഉദ്ദേശിച്ചത് ഗോ ടു വേദാസ് എന്ന് പറഞ്ഞപ്പോൾ? ഇന്ത്യ 100% ഒരു ഹിന്ദു രാഷ്ട്രമാകണമെന്നാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? വേദങ്ങളിൽ എന്തോ നന്മ കിടക്കുന്നു, അതെടുത്ത് നമ്മൾ പ്രയോഗിക്കണമെന്നല്ല. വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഭരിക്കപ്പെടണം എന്നാണ് ഉദ്ദേശിച്ചത്. ഗോ ടു വേദാസ്, ദയാനന്ദ സരസ്വതി. ഹൂ സെഡ് ദാറ്റ് സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്? ആരാണ്? Bal Gangadhar Tilak. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്, ബാലഗംഗാധര തിലകൻ. യെസ്. ഹൂ അഡ്രസ് ദ കോൾ ഡു ഓർ ഡൈ? ആരാണ്? പ്രവർത്തിക്കുക അല്ലെ മരിക്കുക? ആരാണ്? Mahatma Gandhi. മഹാത്മാഗാന്ധി. പ്രവർത്തിക്കുക അല്ലെ മരിക്കുക. അടുത്തത് ദ നെയിം ഓതർ ഓഫ് ദ ബുക്ക് ഇന്ത്യൻ മ്യൂട്ടണി ഇൻ 1857. ഇന്ത്യൻ മ്യൂട്ടണി എന്ന ബുക്ക് 1857 എന്ന ബുക്കിൻ്റെ ഓതർ ആരാണ്? ആരാണ്? G.P. Mallesson. മല്ലേസൻ. G.P. മല്ലേസൻ ആണ് 1857 ദ മ്യൂട്ടണി എന്ന ബുക്കിൻ്റെ ഓതർ. ദണ്ഡി മാർച്ച് സ്റ്റാർട്ടഡ്. ദണ്ഡി മാർച്ച് എന്താണ്? ദണ്ഡി മാർച്ച് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് ദണ്ഡി മാർച്ച്. ഉപ്പ് സത്യാഗ്രഹം എന്നാണ് തുടങ്ങിയത്? 12th March 1930. 12th March 1930. യെസ്, 1930 മാർച്ച് 12. നമുക്ക് വോട്ടവകാശം കിട്ടിയ വർഷം ഏതാ? 1932. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും വോട്ടവകാശം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പാർട്ടിയും സമരം ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും വോട്ടവകാശം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പാർട്ടിയും ഇന്ത്യയെ സമരം ചെയ്തിട്ടില്ല.
ഇന്ത്യ ഹിസ്റ്ററി മൊത്തവും പരിശോധിച്ച് നോക്കുള്ളൂ. ഹൂ വാസ് ദ മെയിൻ മെയിൽ ഗോഡ് വർഷിപ്പ് ബൈ ഇൻഡസ് പീപ്പിൾ? ഇൻഡസ് വാലി സിവിലൈസേഷനിൽ പുരുഷ ദൈവം ആരായിരുന്നു? വിഷ്ണു. ഓക്കെ, യെസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ്, വായിച്ചേ കേൾക്കട്ടെ. The famous slogan "Go back to Vedas" was raised by Swami Dayananda Saraswati, who said that Swaraj is my birthright. Bal Gangadhar Tilak, who addressed the cell "Do or Die" Mahatma Gandhi. 14. Name the author of the book Indian Mutiny of 80 Malaysia. 15. Dandi March happened in 12th March 1930. 16. Was the main male god worshipped by Indus people? Vishnu. Yes, Anjusha Mole. The famous slogan "Go back to Vedas" was raised by Swami Dayananda Saraswati, who said that Swaraj is my birthright. Bal Gangadhar Tilak, who addressed the call "Do or Die." 14. Name the author of the book Indian Mutiny of 1857. G.B. Malleson. 15. Dandi March started in 12th March 1930. 16. Who was the main male god worshipped by Indus people? Vishnu. Yes, Sarika Mole, വായിച്ചേ. The famous slogan "Go back to Vedas" was raised by Swami Dayananda Saraswati, who said that Swaraj is my birthright. Bal Gangadhar Tilak, who addressed the call "Do or Die" Mahatma Gandhi. 14. Name the author of the book Indian Mutiny of G.B. Malleson. 15. Denmark started in 12 March 1930. 16. Who was the main male god worshipped the people? Vishnu. Yes, ready. Next. Who said that Congress was a product of Lord Dufferin's brain? ലോർഡ് ഡെഫറിൻ്റെ ബ്രെയിനിൽ നിന്നുണ്ടായ ഒരു ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് ആരാണ് പറഞ്ഞത്? ആരാണ്? Lala Lajpat Rai. ലാലാ ലജ്പത് റായ്. ഓക്കെ, അടുത്തത്. ഹൂ റിമാൻഡഡ് ദ ഐലൻഡ് ഓഫ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ടു ഷഹീദ് ആൻഡ് സ്വരാജ് ദ്വീപ്സ്? ഷഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തസാക്ഷി. സ്വരാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വദേശം. സ്വരാജ് ദ്വീപ്സ്. ദ്വീപ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീപ്പിംഗ്. കരയുക എന്നൊരർത്ഥമുണ്ട് കേട്ടോ. രക്തസാക്ഷികളുടെയും കണ്ണീരിൻ്റെയും ദ്വീപുകൾ എന്നാണ് അവിടെ ആരെ അറിയപ്പെടുന്നത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ അറിയപ്പെടുന്നത്, അല്ലേ? എന്ന് പറഞ്ഞത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഒരാളെ കൊണ്ടിട്ടാൽ അയാൾ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. കാരണം ചാടി കടലിൽ പോയ സ്രാവ് തരും കേട്ടോ. കാലാപ്പാനി സിനിമ ഉണ്ടോ? കാലാപ്പാനി. അത് ആൻഡമാൻ നിക്കോബാറിലെ ഒരു ജയിലിൻ്റെ പേരാണ് കാലാപ്പാനി. യെസ്, അടുത്തത്. ദ ഫസ്റ്റ് ഫാക്ടറി ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. ഇന്ത്യയിൽ ആദ്യമായി ഫാക്ടറി ആക്ട് 1881 കൊണ്ടുവന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിൽ കൊണ്ടുവന്ന വെൽഫെയർ ലെജിസ്ലേഷൻ അല്ല, തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കും വെൽഫെയർ ഉണ്ടാകണം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന എല്ലാ നിയമങ്ങളും കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരാണ്. അതിനെതിരെയൊക്കെ സമരം ചെയ്ത് നമ്മൾ ആൾക്കാരാണ്. എന്തിനാണെന്നറിയാമോ? അന്ന് ഈ ഭൂമിയും സമ്പത്തും ഒക്കെ കൈയടക്കി വെച്ചിരുന്ന മുതലാളിമാരിൽ നിന്ന് ഇന്ത്യയിലെ പൊതുജനങ്ങൾക്ക് കുറച്ച് നേട്ടം ഉണ്ടായി. വിദ്യാഭ്യാസം ഉണ്ടായി, ഉദ്യോഗം ഉണ്ടായി, ശമ്പളം ഉണ്ടായി, ഭൂമി ഉണ്ടായി. അതിനെതിരെ നടന്ന സമരമാണ് ഒരു തരത്തിൽ പറഞ്ഞ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു രാജ്യദ്രോഹിയായിട്ടൊന്നും പറയുകയല്ല, ചരിത്രം നല്ലപോലെ പഠിക്കാൻ മനസ്സിലാവും.
ദ ഫാക്ടറി ആക്ട് വാസ് പാസ് ഇൻ ദ ഇയർ 1881. 1881 എന്ത് വരുന്നത്? ഫാക്ടറി ആക്ട് വരുന്നത്. മനസ്സിലായോ? യെസ്. അടുത്തത് ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ഇതാ മക്കളെ ബെൽഗാം ഈസ് സിറ്റുവേറ്റഡ്. ബെൽഗാം എന്ന് പറയുന്നത് കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടക. ബെൽഗാം. ഓൾ ഇന്ത്യ കിസാൻ സഭ വാസ് ഫോംഡ് അറ്റ് ഡാഷ്. ഓൾ ഇന്ത്യ കിസാൻ സഭ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായി. എവിടെയാണ്? ലക്നൗ. അടുത്തത് ബിംബിസാര വാസ് ദ ഫൗണ്ടർ ഓഫ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റി. ബിംബിസാരൻ താഴെ പറയുന്ന ഒരു ഡൈനാസ്റ്റിയുടെ സ്ഥാപകനാണ്. ഏതിൻ്റെ? ആരാണ്? ഹരിയാനക എന്ന് പറഞ്ഞ ഡൈനാസ്റ്റിയുടെ സ്ഥാപകനായിരുന്നു ആര്? ബിംബിസാരൻ. ഓക്കെ. ദ ബ്രിട്ടീഷ് മൊണാർക്ക്, ബ്രിട്ടീഷ് ഏകാധിപതി, ഹു അവാർഡഡ് നൈറ്റ്ഹുഡ് ടു ടാഗോർ. ടാഗോറിന് അദ്ദേഹം ഒരു അവാർഡ് കൊടുത്തു. നൈറ്റ്ഹുഡ് എന്ന് പറഞ്ഞ അവാർഡ് കൊടുത്തു. നൈറ്റ്ഹുഡ് എന്ന് പറഞ്ഞാൽ എന്താ? വാനമ്പാടി കേട്ടോ എന്ന് പറഞ്ഞ അവാർഡ് കൊടുത്തു. എന്താണ്? ആരാണ്? ജോർജ് അഞ്ചാമൻ. ജോർജ് അഞ്ചാമൻ. ആറാം തമ്പുരാൻ എന്നൊരു മലയാള സിനിമയില്ലായിരുന്നു? അതുപോലെ അഞ്ചാമത്തെ രാജാവ് ജോർജ് അഞ്ചാമൻ. വൈസ്രോയി ഹു പാസ് ദ ഏൻഷ്യൻസ് മോണുമെന്റ് ആക്ട്. എന്തുവാണ് ഏഷ്യൻ മോണുമെന്റ് എന്ന് പറഞ്ഞാൽ? എന്ത് മക്കളെ? പുരാതന വസ്തുക്കൾ സംരക്ഷിക്കണം, മോണുമെന്റ്സ് ഒക്കെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞൊരു ആക്ട് പാസ്സാക്കി. ആരാണ്? കട്സൺ അല്ലെ? കട്സൺ. ബംഗാൾ വിഭജനം നടത്തിയതും ആരാണ്? കട്സൺ. അതിന് ഞാൻ അന്ന് പഠിച്ചെന്നറിയുമോ? കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുറിക്കുക എന്നർത്ഥം അല്ലേ? അപ്പൊ ബംഗാളിനെ കട്ട് ചെയ്ത ആരാണ്? ലോർഡ് കട്സൺ. ബംഗാൾ വിഭജനം ലോർഡ് കട്സൺ. മനസ്സിലായോ? ദ വൈസ്രോയി ഹു പാസ്ഡ് ഏൻഷ്യന്റ് മോണുമെന്റ് ആക്ട്. ഇന്ത്യയില് പുരാതനമെന്ന് വിശ്വസിക്കപ്പെടുന്ന എല്ലാ സാധനങ്ങളെയും സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞതും ബ്രിട്ടീഷുകാരാണ്, ഇന്ത്യക്കാരല്ല. പുരാതനമായ എല്ലാ സാധനങ്ങളും നശിപ്പിച്ച് മണ്ണിലടിയിലാക്കണം എന്നാണ് നമ്മുടെ ആൾക്കാർ പറഞ്ഞത്. അതല്ലേടോ സിന്ധു നാദിയുടെ സംസ്കാരമൊക്കെ കുഴിച്ചെടുത്തപ്പോൾ കിട്ടുന്നതല്ലേ? മണ്ണിന്റെ മേളിൽ വല്ലതും ഇരിപ്പുണ്ടോ? എല്ലാം മണ്ണിന്റെ അടിയിലാക്കിയിട്ടല്ലേ നമ്മുടെ ആൾക്കാർ. അതിന്റെ മേളിലല്ലേ പള്ളി അമ്പലം ഒക്കെ പണിഞ്ഞത് അല്ലേ? അതെ. അപ്പൊ പഴയതെല്ലാം സംരക്ഷിക്കണമെന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാർ. അതുകൊണ്ട് പറഞ്ഞു ശരി മതി, നിർത്തി പൊക്കോളാൻ പറഞ്ഞു. ക്വിറ്റ് ഇന്ത്യ. മനസ്സിലായോ? ശരി, ഓക്കെ. വായിച്ചേ കേക്കട്ടെ. 17. Who said that Congress was a product of Lord Dufferin's brain? Lala Lajpat Rai. 18. Who renamed the island of Andaman and Nicobar to Shahid and Swaraj Deeps? Subhash Chandra Bose. 19. The first Factory Act was passed in the year 1881. 20. The state in which Belgaum is situated, Karnataka. 21. All India Kisan Sabha was formed at Lucknow. 22. Bimbisara was the founder of which one of the following dynasties? Haryanaka. 23. The British monarch who awarded knighthood to Tagore? George V. 24. The Viceroy who passed the Ancient Monument Act? Lord Curzon. 17. Who said that Congress was a product of Lord Dufferin's brain? Lala Lajpat Rai. 18. Who renamed the islands of Andaman and Nicobar to Shahid and Swaraj Deeps? Subhash Chandra Bose.
19. The first Factory Act was passed in the year 1881. 20. The state in which Belgaum is situated, Karnataka. 21. All India Kisan Sabha was formed at Lucknow. 22. Bimbisara was the founder of which one of the following dynasties? Haryanka. 23. The British monarch who awarded knighthood to Tagore, George V. 24. The viceroy who passed the Ancient Monument Act, Lord Curzon. சரியா? Who said that this is the product of Lala Lajpat Rai. 18. Who did the acts of Andaman and Nicobar to Shahid and Fazil? Sundar Bose. 19. The first Factory Act was passed in the year 18. The state all Kisan Sabha formed the Bimbisara or which was the dynasty Haryanka. 23. The British monarch who George Vice. റെഡി? Ready, sir? യെസ്. അടുത്ത നോക്കൂ. ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് വാസ് പാസ്ഡ് ഡ്യൂറിങ് ദ ടെനർ ഓഫ് ഡാഷ്. ഇന്ത്യക്ക് ഒരു നാണയ സമ്പ്രദായം വേണം, പേപ്പർ കറൻസി വേണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയത് ആരാണ്? Lord Curzon. ലോർഡ് കട്സൺ. നോക്കൂ, ഇന്ത്യക്ക് ഏകീകൃതമായൊരു നാണയ സമ്പ്രദായം, ഇന്ത്യ മൊത്തം സർക്കുലർ ചെയ്യുന്ന ഒരു പേപ്പർ കറൻസി. ഇന്ത്യയിലെ അന്നത്തെ ഭരണാധികാരികൾ ഓരോ പഞ്ചായത്തിലും ഓരോ രാജാവ് ഉണ്ടായിരുന്ന കാലത്താണ് ഈ സമ്പ്രദായം വരുന്നത്. ഏതാണ്? ഇന്ത്യക്ക് ഏകീകൃതമായൊരു നാണയ സമ്പ്രദായം വരുന്നത് എന്താണ്? കട്സൺ പ്രഭു. മനസ്സിലായോ? യെസ്. അടുത്തത്. The British Viceroy who abolished ദേവദാസി സിസ്റ്റം. എന്താണ് ദേവദാസി സിസ്റ്റം? എന്തുവാ ദേവദാസി? കേട്ടില്ല? കിങ്ങിന്റെ കൂടെ ഉണ്ടാവുന്നവര്, രാജാവ്. അതൊന്നും അല്ല മക്കളെ. അതുമില്ല. ദേവദാസി ഞാൻ വീഡിയോ ഓഫ് ചെയ്യട്ടെ. ഇന്ത്യയിൽ രണ്ട് സമ്പ്രദായം നിർത്തിയതിലാണ് ഇവിടെ ഇന്ത്യയിലെ ദേശസ്നേഹം കുടഞ്ഞെഴുന്നേറ്റത്. എന്താണെന്നറിയാമോ? ഒന്ന് സതി നിർത്തലാക്കി, രണ്ട് വിധവാ വിവാഹം അനുവദിച്ചു, 3 എന്ത് നിർത്തലാക്കി? ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. അതോടുകൂടി പിന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോയേ പറ്റൂന്നായി. പിടി കിട്ടിയാ? ശരി. ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ്? ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു സർവീസ് ഇന്ത്യയിൽ തുടങ്ങി. അത് ആരാണ് തുടങ്ങിയത്? ആരാണ്? ലോർഡ് കോൺവാലിസ്. ലോർഡ് കോൺവാലിസ്. ഇന്ത്യൻ സിവിൽ സർവീസിന് വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? ദി അയൺ ഫ്രെയിം ഓഫ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ. മനസ്സിലായോ? അയൺ ഫ്രെയിം ഓഫ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ. ഇന്ത്യൻ ഭരണ സംവിധാനത്തിൻ്റെ ഉരുക്കു കോട്ട എന്നാണ് അറിയപ്പെടുന്നത്. ഏതിനെയാ? ഇന്ത്യൻ സിവിൽ സർവീസിനെ. അതിനകത്തേക്ക് ഇവിടുത്തെ പൊളിറ്റിക്കൽ സർവീസുകാർക്ക് പോലും കടന്നുകൂടാൻ പറ്റിയിട്ടില്ല ഇതുവരെ. മനസ്സിലായോ? യെസ് യെസ് യെസ്. അടുത്തത് 25. ഹൂ ഈസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് 2 നേഷൻ തിയറി? ഇന്ത്യയിൽ ഒരു രാജ്യം പോരാ, 2 രാജ്യം വേണമെന്ന തിയറി ആദ്യമായി പറഞ്ഞത് ആരാണ്? മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് അലി ജിന്ന. സത്യം പറയാലോ, നിങ്ങൾ ഇത് പഠിച്ചെഴുതിയാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷെ ജിന്നയല്ലത് ചെയ്തത്. അതിനെ പിന്നെ ഒരു വലിയ ചരിത്രവും ആ ചരിത്രം പറയാൻ നമുക്ക് സമയമില്ല, എങ്കിലും ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. മുഹമ്മദ് അലി ജിന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു നേതാവായി ഈ രാജ്യത്ത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് മുഹമ്മദ് അലി ജിന്നയോട് ഒരു കോളേജിലെ ഒരു യുവ നേതാവ് പറഞ്ഞു മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാജ്യം വേണമെന്ന്. അപ്പം മുഹമ്മദ് അലി ജിന്ന പറഞ്ഞ് സമ്മതിക്കത്തില്ലെന്ന്.
നടക്കുകയില്ല. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് മുസ്ലിങ്ങൾ, മറ്റു രാജ്യം വേണമെന്ന് പറഞ്ഞു. അതിനുശേഷം മഹാരാഷ്ട്രയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസും ഒരുമിച്ച് മത്സരിച്ചു, തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭരിക്കാൻ സീറ്റ് കിട്ടി. കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി യോഗം വിളിച്ച് ചേർത്തിട്ട് പറഞ്ഞു, മുസ്ലിം ലീഗിന് മന്ത്രിമാരില്ലെന്ന് പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് അലി ജിന്ന കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഒരുമിച്ച് ഭരിക്കാൻ പറ്റാത്ത രാജ്യത്ത് നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് പ്രത്യേക രാജ്യം വേണമെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇന്ത്യയിലെ എല്ലാവർക്കും വോട്ടവകാശം വേണം. ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന ഭൂമിയില്ലെങ്കിലും വിദ്യാഭ്യാസമില്ലെങ്കിലും അവർക്ക് വോട്ടവകാശം വേണമെന്ന് പറയുന്ന പത്രത്തിൽ ഒപ്പിട്ടത് മുഹമ്മദ് അലി ജിന്നയും ഡോക്ടർ അംബേദ്കറുമാണ്. കോൺഗ്രസിൽ ഒരു മനുഷ്യൻ അതിൽ ഒപ്പിട്ടിട്ടില്ല, കമ്മ്യൂണിസ്റ്റുകാരും ഒപ്പിട്ടിട്ടില്ല, BJPക്കാരും അതിൽ ഒപ്പിട്ടിട്ടില്ല. ഇന്ത്യയിലെ എല്ലാവർക്കും വോട്ടവകാശം വേണമെന്ന് പറഞ്ഞ പത്രത്തിൽ രണ്ട് പേരെ ഒപ്പിട്ടുള്ളൂ, ഒന്ന് മുഹമ്മദ് അലി ജിന്നയും ഒന്ന് ഡോക്ടർ BR അംബേദ്കറുമാണ്. മനസ്സിലായോ? പിന്നെ ചരിത്രം എഴുതുന്ന ആരാണെന്ന് അറിയാമോ? ആരാ എഴുതുന്നേ? വിജയിക്കുന്നവനാണ് ചരിത്രം എഴുതുന്നത്, പരാജയപ്പെടുന്നവന് ചരിത്രം എഴുതാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? നെഹ്റു ആയിരുന്നു, അല്ലേ? അപ്പോൾ നെഹ്റുവിൻ്റെ നിയന്ത്രണത്തിലാണ് പിന്നെ ചരിത്രം ഇവിടെ എഴുതിയത്. അതുകൊണ്ടാണ് ചരിത്രം ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. യെസ്, നെക്സ്റ്റ്. ഹൂ ഇൻട്രൊഡ്യൂസ് ദ സിസ്റ്റം ഓഫ് ഡ്യുവൽ ഗവൺമെൻറ് ഇൻ ബംഗ്ലാദേശ്? ആരാണ്? 2 ഗവൺമെൻറ് വേണം ബംഗ്ലാദേശിൽ എന്ന് പറഞ്ഞ ആരാണ്? റോബർട്ട് ക്ലൈവ്. ആരാണ്? റോബർട്ട് ക്ലൈവ്. നല്ല പേരാ. അതിലത്തെ ഉള്ള ആരെങ്കിലും ഇഷ്ടമുള്ള ഒരാൾക്കിട്ട് വിളിച്ചാൽ മതി. ഡ്യുവൽ ഗവൺമെൻറ് ഇൻ ബംഗ്ലാദേശ്, റോബർട്ട് ക്ലൈവ്. കേട്ടോ? Which one of the following was the military operation annexed by Hyderabad to India? ഹൈദരാബാദ് ഇന്ത്യയുടെ ഭാഗമല്ലേ? അല്ലേ? ആണ്. പക്ഷേ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ലെന്ന് ഹൈദരാബാദ്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ അങ്ങനെ വന്നിട്ടുള്ളത്. കേട്ടോ? ഏതാണ്? ഓപ്പറേഷൻ പോളോ, അല്ലേ? ഓപ്പറേഷൻ പോളോയുടെ പ്രത്യേകത അറിയാമോ? കുതിരപ്പുറത്തിരുന്നുള്ള യുദ്ധമായിരുന്നു. കുതിരപ്പടയാളികൾ മാത്രമുള്ള യുദ്ധം. അതിൽ ബ്രിട്ടീഷുകാർ ഒത്തിരി വേർത്തു എന്നാണ് പറയുന്നത്. എങ്കിലും വിജയിച്ചതാരാ? ബ്രിട്ടീഷുകാരാ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇംഗ്ലണ്ടുകാർ മൊത്തം ഇന്ത്യയെ വന്ന് ഭരിച്ചിട്ടുണ്ടെന്ന്? ബ്രിട്ടീഷുകാർ ഇവിടെ പൈസ കൊടുക്കാനും കച്ചവടം ചെയ്തേ ഉള്ളൂ. ഇവിടുത്തെ ലാഭം കൊണ്ട് ഇവിടെ കുറച്ച് പട്ടാളക്കാരെ ഉണ്ടാക്കിയിട്ട് ഇവിടുത്തെ പട്ടാളക്കാർ ഇവിടെ ഉള്ളവരെ അടിക്കുക ചെയ്ത്, അല്ലാതെ ബ്രിട്ടീഷുകാർ അടിച്ചിട്ടൊന്നുമില്ല. കേട്ടോ? ബ്രിട്ടീഷുകാർക്ക് അതിന് സമയമില്ലായിരുന്നു, അവർക്ക് ബിസിനസ് ആയിരുന്നു പ്രധാന പരിപാടി. ഓക്കെ, യെസ്, വായിച്ചേ കേൾക്കട്ടെ. Indian Coinage and Paper Currency Act was passed during the tenure of Lord Curzon, the British Viceroy who abolished Devadasi system, Lord Reading, who is known as the father of service, Lord Cornwallis. 25. Who is considered as the father of two-nation theory, Muhammad Ali Jinnah. 26. Who introduced the system of dual government in Bengal, Robert Clive. 27. Which one of the following was the military operation to annex Hyderabad to India, Operation Polo? Indian Coinage and Paper Currency Act was passed during the tenure of Lord Curzon, the British Viceroy who abolished the Devadasi system, Lord Reading, who is known as the father of Indian civil service, Lord Cornwallis. The 25. Who is considered as the father of two-nation theory, Muhammad Ali Jinnah. 26. Who introduced the system of dual government in Bengal, Robert Clive. 27. Which one of the following was the military operation to annex Hyderabad to India, Operation Polo? ഹലോ, സരിക പോയോ?
ആ correct. എന്ത് പറ്റി? പോയി. ആ നെറ്റ് പോയി കാണും. നോക്കൂ അടുത്തത്. ദ ഗവർണർ ജനറൽ ഹൂ സെപ്പറേറ്റഡ് റവന്യൂ ഫ്രം ജുഡീഷ്യറി. റവന്യൂവും ജുഡീഷ്യറിയും തമ്മിൽ വേർപെടുത്തിയത് ആരാണ്? ആരാണ്? Warren വാറൻ Hastings. ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സ്. അടുത്തത്. ദ പെർമനന്റ് സെറ്റിൽമെന്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ്. ആരാണ്? Cornwallis. കോൺവാലീസ്. പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇന്ത്യയിലെ എല്ലാ നാട്ടുരാജ്യക്കാരന്മാരുടെയും ഭൂമി ബ്രിട്ടീഷ് ഗവൺമെൻറ് അടിയറ വെക്കണം. നിങ്ങൾക്ക് കുടുംബത്തിനും ജീവിക്കാനുള്ള പൈസ ഞങ്ങൾ തരും. പെർമനന്റ് സെറ്റിൽമെൻറ്റ്. ദ വൈസ്രോയ് ഹൂ ഇൻട്രൊഡ്യൂസ് ഇൽബർട്ട് ബില്ല് കൊണ്ടുവന്നത് ലോർഡ് റിപ്പൺ. യെസ്. അടുത്തത്. ഹൂ ഇഷ്യൂഡ് എ ക്യാരക്ടർ ഫോർ ദ ഫോർമേഷൻ ഓഫ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ക്യാരക്ടർ മക്കളെ ചാർട്ടർ കേട്ടോ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ചാർട്ടർ കൊണ്ടുവന്നത് ആരാണ്? Queen Elizabeth I. ക്യൂൻ എലിസബത്ത് ഫസ്റ്റ്. എലിസബത്ത് 1. ഓക്കെ. ഏത് വർഷത്തിലാ? 1600. 1620. 1600 കേട്ടോ. 1600. ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് റോട്ടാരി സിസ്റ്റം ഇൻ മദ്രാസ്. റോട്ടാരി സിസ്റ്റം തുടങ്ങിയത് ആരാണ്? മദ്രാസിൽ. ആരാണ്? Lord Hastings. ഹേസ്റ്റിങ്സ് പ്രഭു അല്ലേ? ലോർഡ് ഹേസ്റ്റിങ്സ്. എന്തെങ്കിലും സംശയമുണ്ടോ? Yes, sir. വാറൻ ഹേസ്റ്റിങ്സിനെയാണ് ഹേസ്റ്റിങ്സ് എന്ന് പറയുന്നത് കേട്ടോ. യെസ്. അടുത്തത്. അവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഹേസ്റ്റിങ്സ്, വാരൻ ഹേസ്റ്റിങ്സ്. ലോഡ് ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞേ. ലോർഡ് വാറൻ ഹേസ്റ്റിങ്സ് എന്നാണ് പറയുന്നത്. അവിടെ രണ്ടും ബിയും സെയിം തന്നെയാണ്. കേട്ടാ? എന്തോന്നാ? ഓപ്ഷൻ എ ലോർഡ് ഹേസ്റ്റിങ്സ്, ഓപ്ഷൻ ബി വാരൻ ഹേസ്റ്റിങ്സ്. രണ്ടും ഒന്നാ മക്കളെ. അത് അവരുടെ പ്രിന്റിങ് മിസ്റ്റേക്കാ കേട്ടോ. വാറൻ ഹേസ്റ്റിങ്സ് ലോർഡ് ഹേസ്റ്റിങ്സ് ഒന്നാ കേട്ടോ. പ്രിന്റിങ് മിസ്റ്റേക്ക് വന്ന പിഴവാ. ഡോൺ വറി. ലോർഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരാ. പ്രഭു കേട്ടോ. പ്രഭു. ഇംഗ്ലണ്ടിൽ 2 തരം സിസ്റ്റം ഉണ്ടായിരുന്നേ. കോമൺ ലോയും പ്രഭു ലോയും ഉണ്ടായിരുന്നു. യെസ്. വായിക്കൂ കേട്ടെ. The Governor General who separated revenue from judiciary, Warren Hastings. The permanent settlement was introduced by Cornwallis. The Viceroy who introduced the Ilbert Bill, Lord Ripon. 28. എന്ത് പറ്റി? Who introduced the roadwise system in Madras, Lord Hastings. ജിഷുമോളെ. The Governor General who separated revenue from judiciary, Warren Hastings. The permanent settlement was introduced by Cornwallis. The Viceroy who introduced the Ilbert Bill, Lord Ripon. 28. Who issued a charter for a formation of British East India Company, Queen Elizabeth I. 29. Who introduced the right to vary system in Madras, Lord Hastings. സരിക ലൈനിലുണ്ടോ? വായിക്കൂ. The Governor General who separated revenue from judiciary, Warren Hastings. The permanent settlement was introduced by Cornwallis. The Viceroy who introduced Ilbert Bill, Lord Ripon. Issued a charter for the formation of British East India Company, Queen Elizabeth I. Who introduced Rothwari system in Madras, Lord Hastings. Yes. Any doubt?
ഇല്ല. നാഷണൽ ആന്തം വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ദ ബുക്ക് ഓഫ് ഡാഷ്. ഏതാണ്? തത്വബോധിനി പത്രിക. തത്മബോധി പത്രിക. ഇപ്പോൾ നമ്മൾ ഈ പത്രത്തിലൊക്കെ പുസ്തകത്തിലൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ ആദ്യം അടിച്ചു വരുന്ന ഏതെങ്കിലും പത്രത്തിലൊക്കെ ആയിരിക്കും കേട്ടോ. തത്മബോധി പത്രികയിലാണ് നാഷണൽ ആന്തം ആദ്യമായി പബ്ലിഷ് ചെയ്തത്. ആ കവിതാ സമാഹാരത്തിൻ്റെ പേരാണ് ഗീതാഞ്ജലി കേട്ടോ. ഗീതാഞ്ജലി എന്ന് പറഞ്ഞാൽ ടാഗോറിന് അന്തർദേശീയ അംഗീകാരം നേടിക്കൊടുത്ത കവിതാ സമാഹാരമാണ് ഗീതാഞ്ജലി കേട്ടോ. ഹു വാസ് ദ ലോക്കൽ ലീഡർ ഓഫ് ചമ്പാരൻ സത്യാഗ്രഹ? ഗാന്ധി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹത്തിൻ്റെ പേര് ചമ്പാരൻ സത്യാഗ്രഹം എന്നാണ് കേട്ടോ. ഞാൻ അങ്ങനെ പറയാനങ്ങ് മറന്നുപോയതാണ്. ഗാന്ധി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്. ആ സത്യാഗ്രഹത്തിൻ്റെ പ്രത്യേകം എന്താണെന്നറിയാമോ? ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കൊടുക്കണമെന്നാണ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം. കോൺഗ്രസ് വന്നതിന് ശേഷം ഭൂമി ഇല്ലാത്ത എത്ര പേർക്കായി ഇന്ത്യ ഭൂമി കൊടുത്തിട്ടുള്ളത്? ആരായിരുന്നു? നോക്കണേ, രാജ്കുമാർ ശുക്ല. ഓക്കെ, അടുത്തത് കാലി ബംഗാൻ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദ ബാങ്ക് ഓഫ് ഡാഷ് റിവർ. ഏത് റിവറിൻ്റെ സമീപത്താണ് കാലി ബംഗാൻ സ്ഥിതി ചെയ്യുന്നത്? ഏതാണ്? ഗഗ്ഗാർ. ഗഗ്ഗാർ ഗഗ്ഗാർ എന്ന് പറയുന്ന റിവറിൻ്റെ തീരത്താണ് കാലി ബംഗാൻ സ്ഥിതി ചെയ്യുന്നത്. കാലി ബംഗാൻ. അത് പഠിക്കാൻ എളുപ്പമുണ്ട്. ബംഗാനും ഗഗ്ഗാർ. കാലി ബംഗാൻ ആൻഡ് ഗഗ്ഗാർ. കഴിവതും ക്വസ്റ്റ്യനുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ക്ലൂ പഠിച്ചു വെച്ചുകൊണ്ട് പോകണം ആൻസറിന് കേട്ടോ. യെസ്. അടുത്തത് 33. ഏതാണ്? ഹൂ കോൾ ദ റാണി ഗൈഥുലി ആസ് ദ റാണി ഓഫ് നാഗാസ്. നാഗാസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നാഗാലാൻഡ് കേട്ടിട്ടുണ്ടോ? നാഗാലാൻഡ് കേട്ടിട്ടുണ്ടോ? നാഗന്മാരെന്ന് പറയുന്ന ഒരു വർഗം ഇന്ത്യയിലുണ്ട്, ഒരു ജാതി സമൂഹമാണ്. അവർ നാഗന്മാരുടെ ഇടയിൽ നിന്ന് മാത്രമേ വിവാഹബന്ധം ഉണ്ടാവുകയുള്ളൂ, പുറത്തുനിന്ന് വിവാഹബന്ധമില്ല. അങ്ങനെ ഒരു പ്രത്യേക ജനസമൂഹമാണ് നാഗന്മാർ. അത് അങ്ങനെയുള്ള അവർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തിനെയാണ് നാഗാലാൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അവിടുത്തെ റാണി ഗൈഥുലു ആസ് റാണി ഓഫ് നാഗാസ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവതയാണ് റാണി ഓഫ് നാഗാസ്. ഏതാണ്? റാണി ഓഫ് നാഗുലു ആസ് റാണി ഓഫ് നാഗാസ്. ജവഹർലാൽ നെഹ്റുവാണ് അങ്ങനെ വിളിച്ചത്. ആരെയാ? റാണി ഗൈഥുലുവിനെ റാണി ഓഫ് നാഗാസ് എന്ന് വിളിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? യെസ്. ദ മുസ്ലിം ലീഗ് വാസ് ഫോംഡ് ഇൻ ദ ഇയർ ഡാഷ്. മുസ്ലിം ലീഗ് ഏത് വർഷമാണ് ആരംഭിച്ചത്? ഏത് വർഷമാണ്? 1906. അതുവരെ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഇല്ലായിരുന്നു, അത് കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു. മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ച എല്ലാ നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു. ബോംബെയിലെ ഇലക്ഷന് ശേഷം മുസ്ലിം നേതാക്കന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി, കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ പിന്നെ മുസ്ലിങ്ങൾക്ക് സ്ഥാനമില്ലാതെ വരും. അതുകൊണ്ട് അവർ പ്രത്യേകം പാർട്ടി ഉണ്ടാക്കാൻ നിർബന്ധിതരായി. പ്രത്യേകം പാർട്ടി ഉണ്ടാക്കാത്തവനെല്ലാം ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും അധികാരത്തിൽ യാതൊരു ഗുണവുമില്ലാതെ അധികാരത്തിൻ്റെ പുറമ്പോക്കിലാണ് താമസം. പിടികിട്ടിയ? യെസ്. അടുത്തത് ഹൂ ഫൗണ്ടഡ് ദ സിദ്ധാർത്ഥ കോളേജ്. എന്ത് കോളേജ്? സിദ്ധാർത്ഥ കോളേജ്. സിദ്ധാർത്ഥ കോളേജ് എന്ന് പറയുന്ന കോളേജ് തുടങ്ങിയത് ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കറെ വിളിക്കുന്ന പേരെന്താണ്?
ഭരണഘടനാശില്പി. ലോകത്ത് വിളിക്കുന്ന പേരെന്താണ്? ദ വേൾഡ് നോളജ് മാൻ. ഓക്കെ, ലോക വൈജ്ഞാനികത്തിന്റെ പ്രതീകം. ഇന്ത്യയിൽ ഭരണഘടനാശില്പി. ഏപ്രിൽ 14 എന്ന് പറഞ്ഞാൽ വിഷു എന്നല്ല വിദേശ രാജ്യങ്ങൾ പറയുന്നത്. വേൾഡ് നോളജ് ഡേ. എന്ത് ഡേ? ഏപ്രിൽ 14 ഇന്ത്യയിൽ വിഷു ആണ്, പക്ഷേ വിദേശ രാജ്യങ്ങളിൽ വേൾഡ് നോളജ് ഡേ ആണ്. കാരണം അത് ഡോക്ടർ അംബേദ്കറുടെ ജന്മദിനവും. പിടികിട്ടിയോ? Who was the second to offer the individual satyagraha of Mahatma Gandhi? മഹാത്മാഗാന്ധിയുടെ രണ്ടാമത്തെ സത്യാഗ്രഹം എവിടെയാണ് തുടങ്ങുന്നത്? എവിടെയാണ്? ജവഹർലാൽ നെഹ്റു. അതിന് ആ സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളാരാണ്? ജവഹർലാൽ നെഹ്റു എന്നാ പറഞ്ഞത് കേട്ടോ. ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ് കേട്ടോ. ഓക്കെ, അടുത്തത്. ശരി, വായിച്ചാ കേക്കട്ടെ. 30 മുതൽ 36 വരെ. National anthem was first published in the book Tattvabodhini Patrika. 31. Who was the local leader of Champaran Satyagraha? Rajkumar Shukla. 32. Kalibangan is situated at the banks of river Gagar. 33. Who called Rani Gaidinlu as the Rani of Nagas? Jawaharlal Nehru. 34. Muslim League was formed in 1906. 35. Who founded the Siddhartha College? Dr. B.R. Ambedkar. 36. Who was the second to offer the individual satyagraha of Mahatma Gandhi? Jawaharlal Nehru. 30. National anthem was published in the book Tattvabodhini Patrika. 31. Who was the local leader of Champaran Satyagraha? Rajkumar Shukla. 32. Kalibangan is situated at the banks of river Gagar. 33. Who called Rani Gaidinlu as the Rani of Nagas? Jawaharlal Nehru. 34. Muslim League was formed in 1906. 36. Who was the second to offer the individual satyagraha of Mahatma Gandhi? Jawaharlal Nehru. Sarika. 30. Was first published in the book Tattvabodhini Patrika. 31. Who was the local leader of Champaran Satyagraha? Rajkumar Shukla. 32. Kalibangan is situated at the banks of river Gagar. 33. Who called Rani Gaidinlu as the Rani of Nagas? Jawaharlal Nehru. 34. Muslim League was formed in the year 1906. 35. Who founded the Siddhartha College? Dr. B.R. Ambedkar. 36. Who was the second to offer the individual satyagraha of Mahatma Gandhi? Jawaharlal Nehru. Yes, 37. The headquarters of Ramakrishna Mission at Dash. Ramakrishna Mission headquarters എവിടെയായിരുന്നു? എവിടെയായിരുന്നു? ബെലൂർ. Where did Portuguese started the first press in India? ഇന്ത്യയിൽ ആദ്യമായി പോർച്ചുഗീസുകാർ പ്രസ് തുടങ്ങി. എവിടെയാണ്? ഗോവ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? തബ്ബാഗ മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഇൻ ഡാഷ്. എവിടെ? ബംഗാൾ. The headquarters of French in India. ഫ്രഞ്ച് കമ്പനിയുടെ ഇന്ത്യയിലെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? പോണ്ടിച്ചേരി അല്ലേ? പാണ്ടിച്ചേരി എന്ന് പറഞ്ഞാലും ശരിയാ. പോണ്ടിച്ചേരി. കാസ്റ്റില ഡി അഗോഡ ഫോർട്ട് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ഡാഷ്. കാസ്റ്റിലി ഡി അഗോഡ എന്ന് പറഞ്ഞൊരു കോട്ട നിർമ്മിച്ചു.
അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ബാംബെ. അത് ഹൂ റിമാർക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈസ് പ്ലേയിങ് വിത്ത് ബബിൾസ്. നീർക്കുമിളകൾ പൊട്ടിക്കുന്ന പണിയാണ് ആർക്കുള്ളത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത്. അല്ലെങ്കിൽ അവർ സ്വാതന്ത്ര്യ സമരത്തിൽ കൃത്യമായി ഇടപെടുന്നില്ല എന്ന് പറഞ്ഞത് ആരാണ്? ബിപിൻ ചന്ദ്രപാൽ. അങ്ങനെ ചോരത്തിളപ്പുള്ള എല്ലാവരെയും ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നു, അറിയാമല്ലോ. ബാക്കിയുള്ളതിനെ വെടിവെച്ചും കൊന്നു. ഓക്കെ, ഹൂ റിമാർക്ക് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്ലേയിങ് വിത്ത് ബബിൾസ്? ബിപിൻ ചന്ദ്രപാൽ. ഒന്ന് വായിച്ചേ കേൾക്കട്ടെ. 37. The headquarters of Ramakrishna Mission is at Belur. Where did Portuguese started the first press in India? Goa. Tebaga movement started in Bengal. The headquarters of French in India, Pondicherry. 38. Castella di Agoda fort is situated at Bombay. 39. Who remarked INC playing with bubble? Bipin Chandrapal. മോളെ. The Ramakrishna Mission is at Belur. Where did in India? Goa. Tebaga movement started in Bengal. The headquarters of French in India, Pondicherry. 30. Castella di Bombay. 39. സരിക. 37. The headquarters of Ramakrishna Mission is at Belur. Where did Portuguese started the first press in India? Goa. The Tebaga movement started in Bengal. The headquarters of French in India, Pondicherry. 38. Castella di Agoda fort is situated at Bombay. Who remarked INC playing with bubble? Bipin Chandrapal.